പതിനായിരക്കണക്കിന് ഉടമസ്ഥരും തൊഴിലാളികളും അടങ്ങുന്ന ഈ വ്യവസായം ഏറ്റവും കൂടുതൽ സാധാരണക്കാരനെ ബന്ധപ്പെടുന്ന ഒരു വ്യവസായമാണ്. അവരുടെ യാത്രാ മാധ്യമങ്ങൾ ഈ പ്രൈവറ്റ് ബസ്സാണ്. അപ്പോൾ ഒരു രീതിയിലും ഇത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ള രീതിയിൽ പല സമരമാർഗങ്ങളും നമ്മൾ സ്വീകരിച്ചു. ഈ പറയുന്നത് പോലെ നമ്മൾ നിരാഹാരം, സത്യാഗ്രഹം പോലെ പല സമരങ്ങളും തീരുമാനിച്ചു. ഒന്നും നമുക്ക് ഫലം കണ്ടില്ല. ഈ പറയുന്ന 10,000-കണക്കിന് ആൾക്കാരുടെ കുടുംബത്തിൻ്റെ പ്രശ്നമാണ് മുതലാളിയും തൊഴിലാളിയും അടക്കം. ഇത് മുമ്പോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള വികലമായ ചില നയങ്ങളാണ് കൊണ്ടുവരിക. 14 വർഷം പിന്നിട്ട വിദ്യാർത്ഥികളുടെ ₹1 എന്ന് പറയുന്നത് പല കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടായിട്ട് പോലും ഒരു പൈസ പോലും കൂട്ടാൻ തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല, ഇന്ന് ഈ പ്രൈവറ്റ് ബസ്സിന് മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരുപാട് നിയമങ്ങളുണ്ട്. എവിടെയെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടാകും, ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങൾ വരുന്നില്ല. പക്ഷേ ആ ആക്സിഡന്റിന്റെ മറവിൽ അല്ലെങ്കിൽ മന്ത്രിയുടെ ഭാവനയിൽ വരുന്ന ചില കാര്യങ്ങൾ, ബസ്സുകളിൽ ക്യാമറ വേണം, അത് ഇന്ന കമ്പനിയുടെ ക്യാമറ വേണം, ആ പറയുന്നൊക്കെ ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ അനുസരിക്കുക. കാരണം ഒരു പരിധി വരെ പബ്ലിക്കിൻ്റെ സേഫ്റ്റിക്കും നമ്മുടെ സത്യസന്ധത ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും സഹായിക്കുന്നതായിട്ട് സംഭവിച്ചു. അതും മേടിച്ച് വെച്ചപ്പോൾ വീണ്ടും പറയുന്നു അതുപോരാ, നിങ്ങൾ ഒരു AI ക്യാമറ വേണം. ഒരു ക്യാമറയ്ക്ക് 25,000 പറയുന്നത് ഡ്രൈവർ ഉറങ്ങുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ. അത് പബ്ലിക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഡ്രൈവർ ഉറങ്ങുന്നുണ്ടോ എന്നറിയാൻ ഒരു 25,000 ക്യാമറ അത് ഇന്ന കമ്പനിയുടെ വാങ്ങിച്ച് വെക്കണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ സർക്കാരിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കറിയാം. ഞങ്ങൾ ഒരു പൈസ പോലും സർക്കാർ ഖജനാവിൽ നിന്നും മുടക്കാതെ ലക്ഷക്കണക്കിന് രൂപ ഓരോ വർഷവും സർക്കാർ ഖജനാവിലേക്ക് അങ്ങോട്ട് പൈസ അടച്ചാൽ കൊണ്ടു നടക്കുന്നത്. വീണ്ടും പറയുന്നു നമ്മുടെ പേരിൽ കേസുകൾ എടുക്കുക, പെറ്റി കേസുകൾ. ഒരു പുതിയ നിയമം, ഇപ്പോഴത്തെ നിയമ സംവിധാനത്തിൽ സാധാരണക്കാരനൊരു ഫോട്ടോ എടുത്താലും, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടർ ഒരു വണ്ടിയുടെ ഫോട്ടോ എടുത്താലും, ഉദാഹരണം പറഞ്ഞാൽ ഒരു വണ്ടി അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു, അവൻ്റെ സമയം കഴിഞ്ഞതിന് ശേഷം അവിടെ കിടക്കുകയാണ്, പെട്രോൾ പമ്പിലോ അല്ലെങ്കിൽ റോഡ് സൈഡിലോ ഈ വണ്ടി കിടക്കുന്നത് കണ്ടാൽ ഉടനെ ക്യാമറ എടുക്കുന്നു. ക്യാമറയിൽ നമുക്ക് വേറെ ഒന്നും കാണാൻ പറ്റില്ല, ആ വണ്ടി അവിടെ കിടക്കുന്നതേ കാണാൻ പറ്റൂ. 15 ദിവസത്തിനുള്ളിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു ചെല്ലാൻ വരിക, അത് 7,000 മുതൽ 10,000 രൂപയാണ് നിങ്ങൾ ട്രിപ്പ് മുടക്കി എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഈ നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും ഒക്കെ ഏത് ക്രൂരമായ തെറ്റ് ചെയ്താലും അവൻ്റെ ഭാഗം കേൾക്കാനുള്ള അവസരമുള്ള സ്ഥലമാണ്. പക്ഷെ നമ്മളോട് അങ്ങനെ ചോദ്യമില്ല. നിന്റെ വണ്ടി അവിടെ രാത്രിയിൽ കിടക്കുന്ന കണ്ടു, ഒരുപക്ഷെ എന്ത് കാരണം കൊണ്ടാണ്, വണ്ടിയാണ്, ഓടുന്ന സാധനമാണ്, 300 കിലോമീറ്റർ ഒരു ദിവസം ഓടുവാണ്, വൈകിട്ട് എന്തെങ്കിലും പണി വരുമ്പോൾ അത് നിർത്തിയിട്ട് അത് ചോദിക്കാനുള്ള മാനസികാവസ്ഥയില്ല. അപ്പോൾ സ്വാഭാവികമാണ് ഒരു ഷോക്കോസ് നോട്ടീസ് തരിക, നിങ്ങൾ എന്തിനാണ് വണ്ടി നിർത്തിയത്. അതില്ല എന്നാ പറയുന്ന RTO ഓഫീസ്, അത് ഫോട്ടോയാണ് പ്രൂഫ്. അപ്പം ആ രീതിയിലുള്ള ഒരു വികലമായ നയങ്ങൾ. അതുപോലെ തന്നെ എങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ഓരോ ബസ്സുകളും ഓരോ മാസവും 40,000 60,000 രൂപ വരെ ഫൈൻ അടിക്കുക. ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. മറ്റ് അബ്കാരിമാരും അങ്ങനെയുള്ളവർക്കൊക്കെ ഫൈൻ അടിച്ചാലും എന്ത് കാണിച്ചാലും അവർക്ക് സാവകാശങ്ങൾ കൊടുക്കും, അവർക്ക് അതാണ് അവിടുത്തെ സംവിധാനം. പക്ഷേ ബസ്സിനെ സംബന്ധിച്ചിടത്തോളം ടാക്സ് അഡ്വാൻസ് അടയ്ക്കണം, അടച്ചില്ലെങ്കിൽ 10% ഫൈൻ അടയ്ക്കണം. അഡ്വാൻസ് ഓടാനുള്ള അതിൻ്റെ ആ മാസങ്ങളിലെ ടാക്സ് അഡ്വാൻസ് അടയ്ക്കണം. അഡ്വാൻസ് അടച്ചില്ലെങ്കിൽ അതിന് 10% ഫൈൻ കൊടുക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾ 7,000 10,000 രൂപ വെച്ച് ഫൈൻ നമുക്ക് വന്നാൽ അത് അടച്ചെങ്കിൽ മാത്രമേ അതിനുശേഷം ആ വണ്ടിയുമായി ബന്ധപ്പെട്ട ഒരു പേപ്പറെങ്കിലും RTO ഓഫീസിൽ നീങ്ങുകയുള്ളൂ. അപ്പോൾ ഏറ്റവും സുതാര്യമായി, ഏറ്റവും പ്രശ്നങ്ങളില്ലാതെ സർക്കാർ ഖജനാവിലേക്ക് ടാക്സ് അല്ലെങ്കിൽ പൈസ കിട്ടാനുള്ള ഒരു മാർഗമായും കൂടി ഇതിനെ സ്വീകരിക്കും. അതുകൊണ്ടാണല്ലോ ഒരു പ്രൈവറ്റ് ബസ് എവിടെയെങ്കിലും നിർത്തിയിട്ടാൽ 7,000 രൂപ നീ ഫൈൻ അടിക്കണമെന്ന് പറയുന്നതിനകത്ത് ഉള്ള ഒരു വ്യത്യാസം. അപ്പം ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഞങ്ങളെ അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ടും ഈ വ്യവസായം ഒരു കാരണവശാലും മുമ്പോട്ട് പോകില്ല എന്ന് ബോധ്യമായതുകൊണ്ടും അതുകൊണ്ട് അതിൻ്റെ ഫലം അനുഭവിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഉടമസ്ഥരും തൊഴിലാളികളുമായതുകൊണ്ടും ഞങ്ങളും ഈ സംസ്ഥാനത്തെ പൗരന്മാരാണ്. ഞങ്ങൾക്കും വ്യവസായം ചെയ്ത് ജീവിക്കുവാനുള്ള ഒരു സംവിധാനം ഒരുക്കേണ്ട, സാഹചര്യം ഒരുക്കേണ്ട ഗവൺമെൻറ്റുകൾ വിപരീതമായി പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് മറ്റു മാർഗങ്ങളില്ലാതെ ഞങ്ങളുടെ വ്യവസായത്തെ ഞങ്ങൾ നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുക. ഏറ്റവും അടുത്ത ദിവസം മറ്റ് സംഘടനകളുമായി ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിൽ ഒരു പണിമുടക്കിലേക്ക് തന്നെ കിടക്കുകയാണ്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ കൂട്ടണമെന്നാണ് പ്രധാനമായി നമ്മുടെ ഒരു ആവശ്യം. വിദ്യാർത്ഥികളുടെ കൺസെഷൻ തീർച്ചയായും കാലോചിതമായി പരിഷ്കരിക്കണം. അതിൻ്റെ ഒരു കാര്യം, ഇന്ന് KSRTCക്ക് വേണ്ടി എല്ലാ പെർമിറ്റുകളും പിടിച്ചെടുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ KSRTCയിൽ എത്ര ശതമാനം കുട്ടികൾക്കാണ് കൺസെഷൻ അനുവദിക്കാമെന്ന് പഠിക്കണ്ടേ? ഞാൻ പറഞ്ഞല്ലോ 80 മുതൽ 90% വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നത് പ്രൈവറ്റ് ബസ്സുകാരാണ്. അതോടൊപ്പം തന്നെ അതിൽ വിദ്യാർത്ഥി അല്ലാത്ത ആളുകളുമുണ്ട്. ഒത്തിരിയും പേര് വിവിധ കടകളിൽ നിൽക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ ഒന്ന് തിരിച്ചറിയാനുള്ള കാർഡ് കൊടുക്കാനുള്ള പോലും സൗകര്യം നമുക്കില്ല. അത് ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ പറഞ്ഞു, ഞങ്ങൾ ആപ്പ് ഉണ്ടാക്കുന്നു, കാർഡ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മാസം 6 ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന
അർഹരായ വിദ്യാർത്ഥികൾക്കും അനർഹരായ ആളുകൾക്കും ഞങ്ങൾ ഈ പറയുന്ന റേറ്റിൽ കേവലം 1 രൂപ കൊടുത്തുകൊണ്ട് ഒരു മിനിമം ചാർജിൽ 1 രൂപ കൊടുത്തുകൊണ്ട് ഞങ്ങൾ 4 കിലോമീറ്റർ ഓടുകയാണ്. മുമ്പോട്ട് പോകാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്.